വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും സന്ധ്യ പോലെ. നല്ലോണം മുല്ലപ്പൂ. ഇന്ന് ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. ഞാൻ രാവിലെ 7 മണിയാകുമ്പോൾ എണീറ്റൂടാ. ഞാൻ ഉറങ്ങലേയില്ലല്ലോ ആകെ. എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങി. ജോലി പോയാൽ പിന്നെ വേറെ പണി. ജോലിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ഓടാറുന്നു. അത് പ്ലാന്റ് അല്ലേ, അവിടെ ഫയറാക്കും. മറ്റേ ജോലിയിൽ ഞാൻ കിടന്നുറങ്ങായിരുന്നു. ഈ ജോലി ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഇപ്പം ആകെ 30 മിനിറ്റ് ലഞ്ചല്ലേ കിട്ടും. അപ്പോൾ ഉറങ്ങാനൊന്നും പറ്റുകയും ചെയ്യില്ല. പക്ഷേ കുറച്ച് ഫ്രീ ടൈമിൽ കിട്ടും, അത് ശരിയാണ്. അതുകൊണ്ട് ഞാനിന്ന് കിടന്ന് ഉറങ്ങി. ഞാൻ വീണ്ടും ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലേ, ഒറ്റ നല്ലൊരു ഉറക്കം ഉറങ്ങി. ഇപ്പോൾ 11 മണിയായി, കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇപ്പോൾ ഫുഡ് കഴിച്ചു. ഇനി ഇന്ന് മറ്റേ ആ പ്രോഗ്രാമിൻ്റെ സംഭവം തീർക്കണം, ജിമ്മിൽ പോകണം, പിന്നെ ഒന്ന് കോർട്ടിൽ പോകണം. എനിക്ക് ഒരു ചെറിയ ടിക്കറ്റ് കിട്ടി സ്പീഡിങ്ങിന്. പോലീസ് പിടിച്ചിട്ട് പറഞ്ഞു, മക്കളെ എന്താ എവിടെയാണ് ഈ ഓട്ടം? ഞാൻ പറഞ്ഞു ഒന്ന് വീട്ടിലെത്താനുണ്ട്, ചെറിയൊരു ആവശ്യമുണ്ട്. പറഞ്ഞു ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ഇതും കൂടി വെച്ചോ. ടിക്കറ്റ് അടിച്ച് തന്നു. എത്ര പറഞ്ഞു കൊടുക്കും? ടിക്കറ്റ് എത്ര? 300 രൂപ. 300 രൂപ എത്ര പൈസ? 300 രൂപ പറയുമ്പോ 24,000 റുപ്യ. എന്റെ മോനെ, എന്റെ അബദ്ധം, എന്റെ ഭാഗത്താ. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും കൊടുക്കണം. ഞാനത് രാത്രിയല്ലേ, വലിയ ആരും ഉണ്ടാവില്ല വെച്ചാൽ അടിച്ചിട്ട് വന്നേ. എത്രയിലാ പോയെ? 88 എന്ന് പറയുമ്പോ നാട്ടില് 88 നാട്ടില് 88 എന്ന് പറയുമ്പോ എത്ര? 140 ആ റേഞ്ചോ. എന്റെ മോനെ, അത് ഞാൻ പോകുമ്പോ ഒരാൾ ബാക്കിൽ പെട്ടെന്ന് വന്നതാ, ഞാൻ കണ്ടിട്ടില്ല അയാളാ. എന്നിട്ട് ലൈറ്റ് ഇടുവല്ലേ? പെട്ടെന്ന് വന്നു. ഞാൻ വെച്ചു പോലീസ് ആണോ? ഞാൻ ഇങ്ങനെ നോക്കി, ടിൻഡു അല്ലേ, കാണുന്നില്ല. ഞാൻ നൈസായിട്ട് ഫ്രണ്ടിലത്തെ വിൻഡോ ഞാൻ താത്തി, ടിൻഡായോണ്ട് താത്തി വെച്ച്. അതാണോ? ഞാൻ ഇങ്ങനെ നോക്കിയേ. ഞാൻ ഇങ്ങനെ പോകുന്ന ഇയാൾ ഇപ്പറണ്ടേ, എന്നിട്ട് നൈസായിട്ട് ഇങ്ങനെ കയറി ബാക്കിൽ എക്സിറ്റ് എടുത്തു. അപ്പാട് ലൈറ്റ് ഇട്ടു. നൈസായിട്ട് വീട്ടിൽ പറയണ്ടെന്നെല്ലാം വിചാരിച്ചിട്ട് വന്നതാണ്. വീട്ടിലേക്ക് മെയിൽ വന്നു. എന്ന് വെച്ചാല് അച്ഛൻ എന്നിട്ട് ടിക്കറ്റ് നോർമലല്ലേ, ഓക്കെ അടുത്ത് തീർത്തേക്കാം. അല്ലെങ്കിൽ അവിടെ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഡിസ്മിസ്സായി പോകും. നമ്മൾ വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ പോകുന്ന ഡേറ്റിന് ആ പോലീസുകാരൻ അവിടെ വന്നില്ലെങ്കിൽ അത് ഡിസ്മിസ്സായി പോകും, അടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിചാരിച്ചു. പക്ഷേ ടിക്കറ്റ് വീട്ടിലേക്ക് വന്നു. ഇറ്റ്സ് ഓക്കെ. നമുക്കതിന് മാറ്റാനുള്ളത് ഈ ബമ്പർ ലിപ്പ് മാറ്റി, ഇത് പൊട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഇത് മാറ്റണം. വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. വണ്ടി കച്ചറായിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ അധികം എടുക്കില്ലല്ലോ, ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഇത് അധികം എടുക്കില്ല. ചെറിയ മാറ്റങ്ങൾ വേണം. പിന്നെ പോലീസുകാരൻ പറഞ്ഞാണ് ഇത് ലൈസൻസ് പ്ലേറ്റ് അവിടെ വെക്കാൻ പറ്റില്ല, ഫ്രണ്ടിൽ തന്നെ വെക്കണം എന്ന് പറഞ്ഞു. ദാറ്റ്സ് നോട്ട് ഗുഡ് മേ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു മൈ ബാഡ്, അത് ചേഞ്ച് ഇത് ഇവിടെ വെക്കണം. ഇനി ഫ്രണ്ടിൽ അത് വെക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ടിൻഡ് എന്തോ ഭാഗത്തിന് കണ്ടില്ല കേട്ടോ. ടിൻഡ് കണ്ടിട്ട് ഞങ്ങൾ അതും ടിക്കറ്റ് കിട്ടിയാണ്. ടിൻഡ് ഇല്ലീഗലാണ്. ഗ്ലാസ് കത്തില്ലേ? ഗ്ലാസ് കത്തുകൊണ്ട് നൈസായിട്ട് വണ്ടി ഞാനൊന്ന് തിരിച്ചിട്ടു. എന്തിന്? തമ്മിൽ എടുത്തു. എന്താണ് വിഷയം? ഇന്നത്തെ ടോപ്പിക് എന്നാണ് ടിക്കറ്റ് എങ്ങനെയാ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെടുത്ത എങ്ങനെയാണ് ടിക്കറ്റ് പിടിച്ചത്? അതന്നെ ഞാൻ പറഞ്ഞേ. ഞാൻ രാത്രി പറഞ്ഞില്ലേ അതെല്ലാം. ഇത് ചെയ്യാനാന്ന് പറയാം. കുഴപ്പമൊന്നുമില്ലടാ, നമുക്ക് ഉണ്ടാ പേടി. ഇപ്പൊ എത്ര നാൾ എത്ര ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്? 2 എത്ര? 18 വയസ്സ് തൊട്ട് 24 വയസ്സ് വരെ. എത്രയായി? 6 വർഷം. 2 ടിക്കറ്റ്. നോട്ട് ബാഡ്. എനിക്ക് 2 വർഷത്തിൽ 1 ടിക്കറ്റ്. അപ്പൊ നീ ആ പേസിൽ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 വർഷത്തിലൊരു ടിക്കറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. എന്നെ ശരിക്കും പറഞ്ഞാൽ 3 വട്ടം പോലീസ് പിടിച്ചില്ലേ? വാണിങ് തന്നു വിട്ടല്ലേ, അത് ഞാൻ കൂട്ടിയില്ല കേട്ടാ. വാണിങ് തന്നു വിടുന്നത് അത് പറ്റും, എല്ലാവർക്കും പറ്റും. സ്പീഡ് കൂടുമ്പം ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂടുമ്പം പറ്റും. പ്രത്യേകിച്ച് നമ്മളെ സ്പോർട്സ് വണ്ടിയാണ്. അത് അവർക്ക് കാണുമ്പോൾ തന്നെ അവരൊന്ന് വാച്ച് ചെയ്യും. അത് പിടിക്കും. സ്റ്റോപ്പ് സൈനിൽ ഫുള്ളായിട്ട് നിർത്തിയില്ലെങ്കിൽ പിടിക്കും. സിഗ്നൽ കട്ട് ചെയ്താൽ പിടിക്കും. പിന്നെ പെട്ടെന്ന് സിഗ്നൽ മറ്റേ ഇൻഡിക്കേറ്റർ ഇടാണ്ട് പിന്നെ ചെരിഞ്ഞ് ഇൻഡിക്കേറ്റർ ഇടാണ്ട് ലൈൻ മാറി കഴിഞ്ഞാൽ അത് പിടിക്കും. എല്ലാത്തിനും പിടിക്കും. അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. എല്ലാവർക്കും കിട്ടും. ഇവിടെ എല്ലാവർക്കും കിട്ടും ടിക്കറ്റ്. അല്ല പിന്നെ വീട്ടിലിരിക്കുന്നവരായിരിക്കണം, വണ്ടി ഓടിക്കാൻ അറിയാത്തവര്. എടാ നമുക്ക് ഇനി എന്നാ ജിമ്മിൽ 2 മണിക്കല്ലേ പോകുന്നത്? 2 മണിക്ക് ആപ്സാ ഇന്ന് കത്തും. ഇന്ന് പൊളിക്കും. കുറെ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ചലഞ്ചറാന്ന് പറയുന്നത്. ദിസ് ഈസ് ഡോഡ്ജ് ചാർജർ. കുറച്ച് പരിപാടി ഉണ്ടല്ലോ ശ്രീ.
എന്നാ നമുക്ക് മറ്റേ പരിപാടി തീർക്കണം കുറച്ച്. ഇന്ന് ലീവ് കിട്ടുമ്പോൾ കുറേ ചെയ്ത് തീർക്കണം. ബുക്ക് വായിക്കണം. പ്രൊഡക്ടിവിറ്റിയാണ് ഗൈസ് ഇവിടെ മൊത്തം, മനസ്സിലായ? പ്രൊഡക്ടിവിറ്റി. ഞാൻ കമൻറ്റ് വായിച്ചു. എന്നാലും ഒരാൾ പറഞ്ഞു പിന്നെ നിങ്ങളുടെ വീഡിയോ ഇടുന്ന നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ മാത്രമല്ല പക്ഷെ നമ്മളെയും കൂടി കുറേ സഹായിക്കുന്നുണ്ട്. റെസ്പെക്ട്. നമ്മളെ പോകുന്നുണ്ടല്ലോ മറ്റേ ഗ്രാഫ് ഗ്രാഫ് പോകുന്നുണ്ട് എൻ്റെ തലയിൽ. ഓ എനക്ക് മുടി മുറിക്കുന്നു. പോവാ, അതൊരു നല്ലൊരു തീരുമാനം. ഞാൻ ഈ സൈഡ് മാത്രം കട്ടിയാലേ ഇങ്ങനെ പോവാ. എനിക്ക് മുറിക്കണം. നിനക്ക് മുറിക്കേണ്ട ആവശ്യം. നിന്റെ മുടിക്ക് ഇപ്പൊ ഒരു ഫാൻസ് ഉണ്ട്. അല്ല എനിക്ക് വീഡിയോ എടുക്കണ്ടു എന്നിട്ട് ബാക്കിൽ വറുത്തേ ഞാൻ. ഓ അങ്ങനെ. ഓക്കെ. ഗ്രേറ്റ് ക്ലിപ്സ് പോവാ. ഒറ്റ വേണ്ട ചെരുപ്പ് പറയാണ്ട് ഇപ്പോ ഒറ്റ മൈൻഡ് ആക്കി കൂടാ. വീട്ടിൽ പറയണം മുടി അച്ഛൻ അവിടെ, ചക്ക 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 ചക്ക. അമ്മ എവിടെ? ചക്ക പൊളിക്കുന്നുണ്ട്. അഡ്വഞ്ചർ ടൈമേ. ഈ സെൻസർ വേണ്ട. ഈ സെൻസർ ബ്ലോക്ക് ആകുമ്പോൾ ഗരാജ് അടയൂല. അപ്പൊ നമ്മള് അവിടെ ഞെക്കിയിട്ട് ഓടി വന്ന് ചാടണം. ഇത് അറിയുന്നതിന് മുന്നേ. കമാൺ ശ്രീ. എന്ത് പണ്ടാണത്? നമ്മള് ഇറങ്ങി. ഇപ്പൊ ഞാൻ വീഡിയോ എടുത്ത കുറച്ച് ഭാഗങ്ങൾ റെക്കോർഡ് ആയിട്ടാ. കുഴപ്പമില്ല. നമ്മളെന്താ പറഞ്ഞു വെച്ചാല് ടിക്കറ്റ് അടക്കണം. അത് അടക്കാൻ ഒരു മാസം സമയം ടിക്കറ്റ് ഗാരേജിന്റെ ഉള്ളിലായിരുന്നു. പക്ഷെ ഓൺലൈനിൽ അടച്ചാൽ മതി. ഞാൻ ആ വണ്ടി കണ്ടിട്ട് വിചാരിച്ചു അഭിത്തന്നെ ഗ്ലാസ് കാത്തി ഹായ് പറയാൻ വേണ്ടിട്ടേ. അപ്പത്തേക്ക് ഏതോ പെണ്ണ്, ഏതോ ഒരു അമ്മ, ഏതോ ഒരു അമ്മ ഗ്രേറ്റ് ക്ലിപ്സ് കൊളാക്കോ. ഗ്രേറ്റ് ക്ലിപ്സിനെ കാട്ടി നല്ലത് ഫ്രഷ് കട്ട്സ് അങ്ങനത്തെ എന്തോ ഇല്ലേ? അത് ഈ റോഡ് സൈഡിലില്ലല്ലേ? മറ്റേ മാളിന്റെ ചില്ലീസിന്റെ ആടിയില്ലേ? അതിന് 40 ഡോളറാണ് ഒരു ഹെയർ കട്ടിന്. ഞാൻ ഇതുവരെ പോയിട്ടാ. അവിടെ നല്ലതെന്ന് കേട്ടോ. പക്ഷെ നല്ലതാണ്. ഞാനിപ്പോ അവിടെ തന്നെ വിളിക്കല്. അതെയാ? ഞാൻ ഇതുവരെ അവിടെ പോയിട്ടാ. നമുക്ക് ഗ്രേറ്റ് ക്ലിപ്സ് മാത്രമാണ്. അജുവേട്ടനും ഗ്രേറ്റ് ക്ലിപ്സിനെ പോലെ അവരെ നോക്കിയല്ലേ. ഞാൻ ചോദിച്ചു നോക്കിട്ട് ആരാന്ന് അവരെ മുടി വെട്ടത്. വിളിക്ക്. ഇപ്പൊ വിളിക്കാം. കോൾ ഏജ്. അവര് കൂപ്പൺ കോഡെല്ലാം ഉണ്ടാവും. വിളിച്ചോക്കാം. അവര് കില്ലാടികളാണേ. അജുവേട്ടന് പിന്നെ നിക് നെയിം വന്നു ലോലൻ. അത് പണ്ടേ വന്നേട്ടാ. പണ്ടേ ഉണ്ടായത്. അയ്യോ ഇത് അഭിയത്തിനാണല്ലേ വിളിക്കുന്നത്. Call that dude AJ. ഇല്ല അല്ല എപ്പോഴാ എണീച്ച് മെസ്സേജ് അളിയാ. എടാ നീ ഗ്രേറ്റ് ക്ലിപ്സില് ആരടുത്തുന്ന മുടി കിട്ടാ? എടാ എനക്ക് സൈഡ് മാത്രം എടുത്താ മതി. അതാ സൈഡ് മാത്രം എടുക്കാൻ ലോക്കൽ സ്ഥലത്ത് പോയപ്പോരെ. ഞാനും ശ്രീഹരി കൂപ്പൺ കോഡ് ഉണ്ടോ അളിയാ? ഞാനിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്ക. ഒറ്റ മൈൻഡായിട്ട് ഇറങ്ങിയ എന്ത് പണ്ടാറടാ. ഏട്ടാ നിങ്ങളെ മുടി ആടെ വെട്ടുന്ന ആരാന്ന്? ബാർബർ എന്ന് പറയും. ഇപ്പൊ അവരെ പേര് പറ. ആ വ്യക്തിയുടെ പേര്. അവളെ കണ്ട എങ്ങനെ ഇരിക്കും? എടാ ഇവിടെ എല്ലാരും വെളുത്തിട്ടില്ലടാ. അങ്ങനെ എടാ അവര് കറക്റ്റായിട്ട് വെട്ടുമല്ലേ? ചെവിയൊന്നും എടുത്തോണ്ട് പോകില്ലോ. വരുന്നാ? ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ വണ്ടി തിരിക്കും. ഒറ്റ മൈൻഡ്. വണ്ടി തിരിച്ചു. ഇനി ഒന്നും തിരിച്ചു. റെഡി ചെയ്യുന്നോ? എടാ ബ്രെയിൻ റോട്ട് പീക്ക്.
ഇപ്പൊ എത്തും. നീ എടാ അത് പൊളിയല്ലേ, പിള്ളേരെല്ലാരും എൻജോയ് ചെയ്തേട്ടാ നിന്റെ റീല്. അവലോസം പടി അതിൽ ഏട്ടന്റെ കസിൻ കമന്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പത്ത് റെഡി ആയിരുന്നോ? എടാ നിനക്ക് വെട്ടണാ? ആ ഓക്കെ ഓക്കെ, എന്നാ നീ പാ, ഞാൻ ഇപ്പൊ കൂട്ടാൻ വരാട്ടാ. അത് കുഴപ്പമില്ലടാ. കാണാ ആ ചേട്ടന്റെ പരം എവിടെ പുറത്തുണ്ട്? അതാ 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 മീശയെല്ലാം പിരിച്ചിട്ട് വരുന്ന. എടാ എടാ നിനക്ക് വന്ന കമന്റ്, നിന്റെ A4 ആക്ടിങ് എന്ന് പറഞ്ഞിട്ട് വന്ന കമന്റ് ഇല്ല, എത്ര അറിയാ? മനസ്സിലായാ? അല്ല പിന്നെ എടാ അതിനൊരു പ്രത്യേക ഫാൻ ബേസ് ആണ്. നീ നാട്ടിൽ പോകുമ്പോ പിള്ളേരെല്ലാം വന്ന് എന്നോട് സംസാരിക്കും. അവര് തിരിച്ചു വന്നേ ഉള്ളൂ. ഇനി പോവല്ലോ, പോണം, ഡിസംബറിൽ പോണം. ഡിസംബറിൽ ഞാൻ അജയ് ഒരുമിച്ച് പോയി ബാംഗ്ലൂർ ഒരു പൊളി പൊളിച്ചിട്ട് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങോട്ട് അശ്വിനും വരും, പൊളിക്കും അത്. സുഖമായിട്ടിരിപ്പില്ലേ? ആ അവൻ ഹാപ്പി ഹാപ്പി അല്ലേ? A4 ഫാൻസ് കണ്ട ഗോ ചാർജ് ആയി. നിങ്ങൾ രണ്ടുപേരും തല്ലു വിട്ടാൻ പോവാ. ഇതെന്താ ഫാമിലിയാ? ഒറ്റ മിനിറ്റ്. ഒന്നേമുക്കാല് പിന്നില്ലാണ്ട് സംശയമാണ്, പക്ഷെ പറ്റിക്കാൻ അല്ല. ഒന്നേമുക്കാല് വരുമോന്ന് ചോദിച്ചെന്താ അറിയാ? ഒന്നേമുക്കാല് വരുമോ ചോദിച്ചെന്താ അറിയാ? ജിമ്മിൽ പോവാനാ, നമുക്കും പോണ്ടേ? പിന്നെ നമുക്കെന്താ? ഞാൻ അജേട്ടന്റെ 3 ദിവസമായി പോന്നു. എന്നാ ഇപ്പം ചെയ്ത് ഇപ്പം അറിയില്ല, ആരൊക്കെ അടക്കം ബ്രെയിൻ റോട്ട് ആവും. ഞാൻ ഐ ലൈഡ്, ഞാൻ അങ്ങനെ റീൽസ് കണ്ടിരിക്കാറില്ല, വല്ലപ്പോഴും കാണും കേട്ടോ. ഇടക്ക് ഇങ്ങനെ ഗ്യാപ്പ് കിട്ടി എന്താ കടിക്കുവാ. ഇടക്ക് സമയം കിട്ടുമ്പോ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി റീൽ ഇങ്ങനെ കാണേ. ഒരു 5-10 റീലാണ് എന്ത് പണ്ടാരത് ഓഫാക്കി പോയി. ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞില്ലേ ഏത് ബൈക്ക് എടുക്കേണ്ടത്? 1.5 ലക്ഷത്തിന്റെ അടിയിലില്ലേ ബൈക്ക്? ആൾക്കാർ പറഞ്ഞത് അറിയാ? GT 650. അതിനെത്ര അറിയാ? 4 ലക്ഷം. 1.5 അടിയിലേ. ഞാൻ പൊട്ടനാണോ? അപ്പൊ ഞാൻ പൊട്ടനാ? വേറെ വേറെ എന്താ സുഖം? സുധിയെ ആഷിറിന്റെ കോപ്പറേറ്റ് ഇട്ടോ? ആഷിറെ കോപ്പറേറ്റ് അടിക്കണേ. പൊളിയാട്ടാ സുധിയെ ഡെയിലി. അരുൺ ജോസ് പറയുന്ന കല്യാണം കഴിഞ്ഞു. ഫേക്ക് ആയിരുന്നു ന്യൂസ്, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പച്ചകുത്തിട്ടുണ്ട്, പക്ഷെ കാണിക്കില്ല. ചങ്കൂട്ടി അതൊരു വേറെ യൂണിവേഴ്സ് ആണ്. വേറെ യൂണിവേഴ്സ് അല്ല, ഇതാണ് ബിഫോർ ആഫ്റ്റർ. നമുക്ക് കൊളായിട്ട് കാണാം. അതോ ബ്രോ, ഞാനുള്ള പെണ്ണുമ്പിള്ളയാണ്. ആ ചേച്ചി ഉണ്ടെങ്കിലേ ചേച്ചി പെണ്ണുപിള്ള പെണ്ണുപിള്ള ചേച്ചി അമ്മച്ചി. കട്ടില്ല ഇവിടെ, കട്ടില്ല. ഈ വ്ളോഗില് കട്ടില്ല. ഇത് റോ കണ്ടന്റ് ആണ്. നമ്മൾ എങ്ങനെയാണോ അത് ആൾക്കാർ ഇഷ്ടപ്പെടണം. അതാ സംഭവം. നമ്മുടെ അധികം വൾഗറൊന്നുമല്ല, സ്മൂത്ത് അല്ലേ? പ്രത്യേകിച്ച് പറയണം അജയ്, നിന്റെ സംസാരം ശരിക്കും പറഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടമാണ്. മെച്ചൂറായിട്ടൊന്നും സംസാരിക്കുന്നില്ല. അതിന് മെച്ചൂർ ആയാലേ മെച്ചൂർഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ക്യാമറ ഓഫ് ആക്കി കഴിയുമ്പോ ശ്രീഹരിനെ പിടിച്ച് വരച്ച വര നിർത്തിക്കരും. മെച്ചൂരിറ്റി പീക്ക് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടോ? ആരും പക്ഷെ കണ്ടിട്ടില്ല, ഓനും കണ്ടിട്ടില്ല. ഇതുവരെ മറ്റേ ഭീഷ്മർവനകത്ത് മമ്മൂട്ടി, നിങ്ങളൊക്കെ കാണാത്ത ചേട്ടായുടെ മുഖമുണ്ട്. എന്റെ മനയിലേക്ക് സ്വാഗതം. അതല്ല, നിങ്ങൾ ഭീഷ്മർവനകത്ത് പറയല്ലേ ചേട്ടായുടെ, നിങ്ങളൊന്നും കാണാത്ത ചേട്ടായുടെ മുഖമുണ്ട്. പക്ഷെ അവൻ മാത്രമേ കണ്ടിട്ടുള്ളത്, നമ്മളെയും കാണിച്ചു. ഒന്ന് കാണിച്ചു.
ഷൈൻ ടോം കണ്ടിട്ടില്ല, ഫഹദിന്റെ അനിയനും കണ്ടിട്ടില്ല. നമ്മളെ കാണിച്ചു. പക്ഷെ അജയന്റെ എപ്പം മുടി വെട്ടുന്നത്? ഞാൻ അടുത്ത മാസം. ഗൈസ്, എനക്കും അജയന്റെയും നാളെ ജോലി. ചാർജ് ആയി. ഒരു ദിവസത്തെ ജോലിയാണ്. പക്ഷെ സംഭവം എടാ ഒരു അത് ഞാൻ പറയും, ഈ ടാൽക്കുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിക്കാർ ജസ്റ്റ് ഹോസ്റ്റ് ചെയ്ത് ചില പാർട്ടീസിനൊക്കെ ആണ് ഞാൻ പറയാലോ. അവരെ കമ്പനിക്ക് എന്തോ ആനിസർ വരുന്നിടത്ത് അവര് വേറെ റെന്റ് എടുത്തിട്ട് അവർക്ക് വേണ്ടിട്ട് മാത്രമായിട്ട് റെന്റ് കൊടുക്കുകയല്ലേ. അപ്പത്തേക്ക് അവിടെ വോളണ്ടറി വർക്കായിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട്. ചെറുപ്പാണ്, ചെക്ക് ഇൻ ചെയ്താൽ ആൾക്കാർ ചെക്ക് ഇൻ ചെയ്താൽ 5 പേരുള്ള ഞാൻ പറഞ്ഞവരോട്. പക്ഷെ ഞാൻ പറഞ്ഞ അവർക്ക് മെസ്സേജ് ഒക്കെ വന്നു. പിന്നെ ഷർട്ട്, ബട്ടണിന്റെ ഷർട്ടൊക്കെ ഞാൻ അവരുടെ ചോദിച്ചു എന്നാണ് ഞാൻ ടീഷർട്ട് ഇട്ടോട്ടേന്ന് ചോദിച്ചു. ടീഷർട്ട് അതോ ജസ്റ്റ് ഷർട്ട് ആണോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഏത് വേണമെങ്കിൽ ഇട്ടാൽ കുഴപ്പമില്ല, പക്ഷെ നോ ലോഗോസ് പാടില്ലെന്നു. അപ്പൊ വൈബ്സോന്റെ ഷർട്ട് ഇടാ, ബ്ലാക്ക്, നോ ലോഗോ അല്ലത്. അതാണ് നമ്മളെ പർപ്പസ്. വൈബ്സോണ്ട് ഷർട്ട് നമ്മളെ ഫുൾ ബ്ലാക്ക്. അത് മതി. അതാ ഞാനും അങ്ങനത്തെ ഫുൾ കൈയിലിടാം. നാരങ്ങ ഋഷാണോ? അല്ലല്ലേ? അല്ലല്ല ഋഷാണല്ലേ? ഹംസയല്ലേ? നിസാൻ ഹംസയല്ലേ? അപ്പൊ മുടി എടുത്തിട്ട് കാണാം ഗൈസ്. അല്ല, മുടി മുറിക്കുന്ന ആളിന് കാണാം. ഷുഗർ കട്ട്. അങ്ങനെയാ പറഞ്ഞത്. അല്ല, അതിന്റെ ഡയറ്റ് കറക്റ്റാണല്ലേ? ഇതെന്താ പോലീസ് മാമൻ വെടിവെക്കാൻ വന്നിട്ട് കോല് പുറത്തിരിക്കുക. ഷുഗർ കട്ടി. എടാ ജിമ്മിന്നുണ്ടായിരുന്നു ഇന്ന്. മാനിക്കൻ ചാലഞ്ചാ. എന്നാ ചോദിക്കും. എവിടെ പോയൊരു സ്ഥലക്കാ? Is it just you, Nirgi? Excuse me, though. Excuse me, man. Do you know that that short white girl like us here? We don't have a short white girl. What's her name? I forgot her name. Gabby. Deb is. Gabby. Is that right here? Huh? Yeah, right here. Gabby. Is She she don't come in till 3. 3 o'clock? Oh, okay. Thank you, man. Short white ഷോർട്ട് ബൈറ്റ് അല്ല, അത് പറയാൻ പാടില്ല. പട്ടിയെ പോയി കാണുന്നല്ലേ. പൗലോസും വണ്ടി, പൗലോസ് വണ്ടി. പോലീസ് വണ്ടി ലുക്കല്ലേ? ഈ വണ്ടി ഇരിക്കുമ്പോ വലിയ ലുക്കില്ല, എടുത്തിട്ട് ഓടിയാലോ? ഇരിക്കുമ്പോ വലിയ ലുക്കില്ല. പിടിച്ച് നിന്നെ പിടിച്ചാ ടിക്കറ്റ് കിട്ടി എന്ന് ഒരു കഴിഞ്ഞ ബ്രോ. എത്രയായി പോയി? 88 70 പോണ്ടത് 65 എന്റെ എത്ര അടിച്ചു തന്നു? 280. എടാ ഇവിടെ ഓക്കെ നമുക്ക് പേടിയില്ലാത്തോണ്ട് കാശ് പോണ നേരത്ത് കണ്ണീര് തുടച്ചിട്ട് സങ്കടം. അത് രാത്രി എടാ 11:30 മാറ്റം റോഡിൽ. 11:30 എവിടെ പോയതാ? ഞാൻ റോബിയേട്ടൻ അങ്ങോട്ട് പോയിട്ട് വന്നത്. എന്നിട്ട് അണ്ണൻ വണ്ടി അടിച്ചിട്ട് വരാ. റോഡിലാരുമില്ല. എവിടെ വെച്ചാ പിടിച്ചേ? നമ്മളെ മറ്റേ വേട്ടൻ പാലം കഴിഞ്ഞിട്ടില്ലേ? ഇയാളെ എഴുന്ന വന്നേർക്കറിയാം. പെട്ടെന്ന് നോക്കൊണ്ട് ബാക്കിൽ വണ്ടി കാലന്മാരൻ വൈറ്റ് വണ്ടിയായിരുന്നു. ഞാൻ എന്തുകൊണ്ട് ഇത് കണ്ടില്ല എന്നാണ്. സൈഡ് ഇട്ടേക്കണമെന്ന് കണ്ടില്ല. ഇയാളെ അങ്ങനെ കണ്ടാ ഞാൻ ചവിട്ടില്ല. അപ്പിനെന്താ പരിപാടി? മുടി 3 മണിക്ക് വരുവാ? 3 മണിക്കേ വരുള്ളൂ. ഇവരെടുത്ത് പോയി തലവെട്ടി കൊടുക്കണില്ല. അല്ല പിന്നെ ചൈനത്തുള്ള ചൈനത്തുള്ള ഓക്കെയാണ്. ഇങ്ങനെ പറയുമ്പോ ചൈനത്തള്ളാന്നെല്ലാം പറയുമ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. മുതലേ ഇങ്ങനെ വിളിച്ച് ശീലിച്ച് അവര് നമ്മളായിട്ട് ഭയങ്കര കമ്പനിയാണ്. പണ്ട് എപ്പോഴും നമ്മൾ മുടിവെട്ടാൻ പോകുന്ന ഒരു സ്ഥലമാണ്. മുടി കിട്ടണോടാ. അങ്ങനെ ഡിസ്റെസ്പെക്ടിന്റെ ഭാഗമായിട്ട് വിളിച്ചല്ല. അവര് നമ്മളറിയാലോ, നമ്മളെ എടാപ്പോടാ ബന്ധം പോലെ. അതെ, അതാണ് സംഭവം. അപ്പൊ എടാ ചൈനത്തുള്ള അടുത്ത് പോയി കഴിഞ്ഞാല് അവര് സൈഡ് മാത്രമായിട്ട് വലിയ വിഷയം ഉണ്ടാവില്ല. ചെവിയൊക്കെ അവിടെ നീ എന്താ സ്റ്റൈൽ ഓട്ടണ? മാത്രം ബാബുവാ നീയാ? അതന്നെ. വാ, എല്ലാരും അജയേട്ടനെ പോലെ മുന്നിൽ കയറിക്കോ. ഞാനും മുടി ഓ ഇവിടെ വേണ്ട, ആയിട്ടില്ല. ഫുള്ള് ഇരുട്ടാണല്ലോ ഇവിടെ ഇരിക്കുമ്പോ. തിണ്ടല്ലേ അതുകൂടെ കാണാനുള്ളൂ.
ഇത് പിടിച്ചാലോ എന്നെ ഷെറീഫ് സ്ട്രേറ്റ് റൂപ്പർ പുള്ളി ഇത് തന്നെ അന്ന് എന്നോട് പറഞ്ഞു ഇതെടുത്ത് മാറ്റണം ഫ്രണ്ട് നോക്കണം. ഈ പോലീസാ ഇവിടുന്ന് പിടിച്ച ബേട്ടാണ് വെച്ച് ചേട്ടാ ഇത് ഡോറ്റ് നാട്ടിലോട്ട് ഇറക്കി എങ്ങനെ ഉണ്ടാവും? ഉഷാറായിരിക്കും മജയായിരിക്കും. പക്ഷേ വൈറ്റ് ബോഡിയൊക്കെ വരാനിറങ്ങിയതല്ല നാട്ടിൽ കറുത്ത ചേട്ടാ അത് കറുത്തതില്ലേ അത് V6 ആണ്. V6 ആ കിറ്റ് കയറ്റിയതാ. അതിന്റെ ഒച്ച നമ്മളെ സെയിം ഒച്ച. ഏത് ആ സ്കാറ്റ് പാക്കിന്റെ ബാഡ്ജ് ഇറക്കിട്ടേ കറുത്ത് ആ V6 ആണ്. പക്ഷെ അത് നമുക്ക് അതെ ലുക്കിന് പെർഫോമൻസ് ഒക്കെ നോക്കുന്ന വളരെ കുറച്ച് ആൾക്കാരില്ല. അവന്റെ ഗേജസ് എല്ലാം ഞാൻ നോക്കിയത് സെയിം ഗേജസ്. ഞാൻ വീഡിയോ ഒന്നും കണ്ടില്ല കേട്ടോ. ഞാൻ കണ്ടു. പക്ഷെ ഇറക്കുന്ന സാധനം മുതലേതെന്നറിയാമോ? R34 സൂപ്പർ ഇറക്കിയാലോ? സൂപ്പർ ഇറക്കിയ വേറെ സംഭവമാണ്. പക്ഷെ മോനെ സാധനം ഒരു V പക്ഷെ ഇവിടുന്ന് കേട്ടോ ദുബായിൽ നിന്ന് ഒമാനിൽ നിന്നെല്ലാം ഇറക്കാൻ ചീപ്പ് റേറ്റ് കേട്ടോ. ഇവിടുന്ന് ഇറക്കാൻ നല്ല പൈസ. നീ നോക്കിയാ ആ 12,000 കൊണ്ട് പറയാനുണ്ടായിരുന്നു. അടിപൊളി റേറ്റ് ആണ്. 12,000. ഓക്കെ $12,000 Yeah. അവിടെ ദുബായിന്ന്. പക്ഷെ ഇവിടെ ഇവിടുന്ന് എത്ര രൂപ അറിയാമോ? ഇവിടുന്ന് 12. ഇവിടുന്ന് 12 എനിക്കുള്ളിൽ കൂടുതലുണ്ടെന്നുള്ള പറഞ്ഞു റോബി പറഞ്ഞു. പിന്നെ ടാക്സസ് എല്ലാം കൂടി കൂട്ടിട്ട് കൂടുതലുണ്ടാവും. പക്ഷെ ഷിപ്മെന്റ് മാത്രം 12. പക്ഷെ അത് നമുക്ക് ഭയങ്കര തലവേന അടിച്ച പരിപാടി എന്ന് വെച്ചാൽ നമ്മളവിടുത്തെ പേപ്പർ വർക്കും പോവും. അവിടെ തന്നെ സ്റ്റേ അടിച്ചിരുന്ന് ചെയ്യണം. അതെവിടെയാ? എറണാകുളത്ത്. പിന്നെ ഏജന്റുമാരെ കണ്ടുപിടിക്കണം. ഏജന്റുമാരൊക്കെ അതൊക്കെ എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇത് എപ്പോഴേ മറ്റേ അവന്റെ പേരിനാണ് ഒരുത്തൻ ട്രാവല് വ്ളോഗർ ഉണ്ടായിരുന്നില്ല, മല്ലു ട്രാവലറാ. അവന് ട്രക്കൊക്കെ ഇറക്കിയായിരുന്നു ഇടയ്ക്ക് ദുബായിന്ന്. മല്ലു ട്രാവലർ മറ്റേ റാപ്റ്റർ. അപ്പത്തേക്ക് ഇങ്ങനെ ആ സമയത്തുള്ള വീഡിയോ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ല. ഞാനും ഷെബീറും കൂടെ നാട്ടിലേക്ക് റൈഡിംഗ് ഗിയർ ഒക്കെ ഇട്ട് നാട്ടിലേക്ക് പോകാനത്. എടാ അതല്ലേ ആ പറയുന്ന സമയത്ത് കോമഡി ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ സുധിയ എന്നുള്ള സാധനം ഡെയിലി ഇടുന്നില്ലേ, അതുപോലെ ഇടുവരും എല്ലാത്തിനും. ഞാൻ ഷെബീർ റൈഡിംഗ് ഗിയർ ആയിട്ട് മല്ലു ട്രാവലർ. അവന്റെ വേറെ ഇതുണ്ടല്ലോ ടെക് ട്രാവല്. അവനെന്താ വിഷയം അല്ല ഈബിൾ ചെറ്റ് വിഷയം. ഞാനും പിന്നെ ഷെബീറും കൂടി റൈഡിംഗ് ഗിയർ ഇട്ടിട്ട് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതെന്ത് QC ഗ്രൂപ്പാണാ? എന്താ നമ്മള് രണ്ടാമത്തെ സ്ഥലത്ത് വന്നിട്ട് എന്തായി? ഭയങ്കര തിരക്ക്. എടാ ഇന്ന് എല്ലാവർക്കും റെയിൻ ഔട്ടെല്ലായതുകൊണ്ട് കുറെ ആൾക്കാർ വന്നിട്ട് അലമ്പാക്കുന്നുണ്ട്. ഇടിച്ചാലോ എല്ലാരും എല്ലാരും പെട്ടത്. പോലീസ് സ്റ്റേഷൻ അപ്പുറത്ത് തന്നെ കേട്ടാ. അത് ശരിയാ. എളുപ്പമായിരിക്കും. ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. പണ്ട് ഇതേപോലെ നല്ല ഉണ്ടായത്. പണ്ട് രാച്ചറ സ്ഥലം ഉണ്ടായത്. മൊത്തം പണിത് ഫുള്ള് സെറ്റ് ആക്കിട്ടാ. ഇപ്പൊ കാണുമ്പോ തന്നെ പോയി ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി തോന്നും. എന്നാ സാർ എന്നെ പിടിച്ചോ? നമ്മളെ ടാക്സിന്റെ പൈസ കൊണ്ടാ ഇവര് ശരിയാക്കുന്നത്. എന്നിട്ട് നമുക്ക് തന്നെ ടിക്കറ്റും തരും. എന്താണ് ഇത്? ഒരു മര്യാദയൊക്കെ വേണ്ടെന്നല്ലേ? ആ നമ്മള് ക്രിമിനൽസ് ഒന്നും അല്ല ജി. ഇതിപ്പോ ഓവർ സൈസ്ഡ് ആണോ? അല്ലല്ല, ഇത് നീ മെലിഞ്ഞോണ്ട് ഞാൻ മെലിഞ്ഞാ അത് ലൂസ് ആയതാണ്. ഇല്ല ബ്രോ, ഇത് അജുവേട്ടന്റെ അല്ലേ? അല്ല ഇതെന്റെ. എടാ നീ എങ്ങനെയാണ് ഈ സൈസ് വാങ്ങിയത്? ഈ സൈസ് ആയിട്ടില്ലല്ലോ. അങ്ങനെ പറ. ന്യൂ ഇംഗ്ലണ്ട് പേട്രിയറ്റ്സ്. അവിടുത്തെ ഫുട്ബോൾ ടീം അറിയാവോ? ന്യൂ ഇംഗ്ലണ്ട്. ന്യൂ ഇംഗ്ലണ്ട് പറഞ്ഞ സ്ഥലമില്ല ബ്രോ, സ്റ്റേറ്റ് ഇല്ല. റോഡ് ഐലൻഡിന്റെ ടീമാണ് ന്യൂ ഇംഗ്ലണ്ട്. റോഡ് ഐലൻഡ് അല്ലേ? നോക്കട്ടെ. ചാജിപ്പിനോട് ചോദിക്കും. നമ്മുടെ ചേച്ചി. അപ്പൊ നമുക്ക് എന്നാണ് ഇനി പരിപാടി? അപ്പം നമുക്ക് ജിമ്മിൽ പോവാല്ലേ ജി? എത്ര മണിക്കാ ജിമ്മില്? 2 മണി. അജുവേട്ടൻ ഉണ്ടോ? ഫ്രീയാ? ഇല്ല, അവൻ ഉറങ്ങി. അവൻ ഡെഡ് ആയി അല്ല നമ്മൾ മാത്രമേ ഉള്ളൂ ജിമ്മിൽ പോവാൻ? റിസോർട്ടും കാണും. എന്നാ ഇപ്പൊ പോയിക്കൂടെ? അപ്പൊ എനിക്ക് ചേച്ചിനെ കൊണ്ടാക്കണം. എത്ര മണിക്ക്? 1:30 1:45 ആ ഓക്കെ. Look, that aligned, right? അത് ശരി. aligned ആയില്ലേ? അതൊക്കെ നിങ്ങളൊരു ലൈറ്റ് ആയില്ലേ? ലൈറ്റ് ആയി. നമ്മള് പ്രസാദിന്റെ വണ്ടി ടൊയോട്ടയിൽ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. മച്ചാനെ ഹെവി മഴ. ഹെവി ഹെവി ഹെവി. ഇങ്ങനെ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ നമ്മള് വർക്കിലേക്ക് എന്തായിരിക്കും വെച്ചാലേ അല്ലേ? സംഭവം എന്താ പറയാ, ഞാൻ ഇന്നലെ പ്രതീക്ഷിച്ചോണ്ടാ നിന്നേ നാളെ ജോലി ഉണ്ടാവോ ഇല്ലയോ. അത് സംഭവല്ലേ, കൃത്യസമയത്ത് തന്നെ വന്നല്ലേ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മലയാളി മസ്താൻ അറിയായിരിക്കും അല്ലേ? വ്ലോഗ് തുടങ്ങിയ സമയത്ത് തൊട്ടുണ്ട്. ഇനി എനിക്കറിയാൻ ബാക്കിയുണ്ടാവില്ല. ഇല്ല, പുതിയ വ്യൂസ് ആണെങ്കിലേ. എന്റെ മുടി ഇങ്ങനെ അല്ലാട്ടോ, പറ്റിയതാ. ഇതൊന്ന് വെറൈറ്റി ആണ് നോക്കിയതാ, നരയണ നോക്കിയതാ. ബ്യൂട്ടീഷ്യൻ ഞങ്ങൾ ചെയ്യാറില്ല. എന്നാ പരിപാടി ഇന്ന് ഉറക്കം. അതാ കൊഴുപ്പ് ജീവിതത്തിലേക്ക്. ഇന്ന് വൈകുന്നേരം പരിപാടി. വൈകുന്നേരം
അറിയില്ല ബ്രോ. ഞാനിപ്പോ കുറച്ച് കഴിയുമ്പോ ജിമ്മിൽ പോവും, അത് എനിക്കറിയാം. ജിമ്മിൽ പോയി വന്നിട്ട് കുറച്ച് വർക്ക് ഉണ്ട്. എന്റെ വീടും തുടക്കണം. വീട് തുടക്കണം. വീട് തുടക്ക, കുഴമ്പ് മുട്ടിന് പെരത്തിട്ട് ഇങ്ങനെ കിടക്കുക. എനിക്ക് തോന്നുന്നില്ല. മോപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തെല്ലോ കിച്ചണിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാ, മോപ്പ് വാങ്ങാ, റോബോട്ട് എനിക്ക് ഓട്ടോമാറ്റിക് വാക്യൂം ചെയ്ത് അത് വാങ്ങിച്ച് മറ്റേ മോട്ടറൈസ്ഡ് കഴുകുന്നില്ലേ, മർമാണി തൈലം. ഇങ്ങനെ മനസ്സിലായാ, ഇങ്ങനത്തെ സാധനങ്ങളാണ് പ്രസാദിന്റെ ആമസോണിലെ ലിസ്റ്റിൽ ഉള്ളത്. നമ്മളെല്ലാം നമ്മളെങ്ങനെയാ വണ്ടിന്റെ റാപ്പ്, ക്യാമറ ഗിയർ, സംഭവം അല്ലേ ഇത്, കുഴമ്പ്. നീ കല്യാണം കഴിക്കൂലേ, നടുവേദനക്ക് വായു ഗുളിക. എന്റെ പാർട്ട്ണർ അങ്ങനത്തെ ഒരു പാർട്ട്ണറായി ഞാൻ കെട്ടൂല. അല്ല, പാർട്ട്ണർ ഇതിനെക്കാട്ടി സ്ലോ ആണെങ്കിലേ നമ്മളിങ്ങനെ ഇരിക്കും, നമ്മൾ ഇടിച്ചിരിച്ചേക്കണം ഫുള്ള്. നമ്മളെ ജിൽജിലായി നിൽക്കണം. ശരിയാ. ഭാവി പാർട്ട്ണർ ആരെയാ വേണ്ട എനിക്ക്? എങ്ങനത്തെ ഭാവി പാർട്ട്ണർ? പേഴ്സണാലിറ്റി എല്ലാം പറ. ടൈപ്പ് എന്റെ ടൈപ്പാ ബാഡി. ബാഡി തലവേദന വരാത്തൊരു ആള് മതി. പീസ് അത് ലോകത്തില്ല. ഇല്ലാത്തൊരു സംഭവം നമ്മൾ സെർച്ച് ചെയ്തോളൂ. എക്സ്റ്റിങ്ക്ട് ആയി പോയത്. ഈ മറ്റേ പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഈ മറ്റേ ഫെമിനിസം ഐഡിയ ഇല്ലേ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതാണ് എന്റെ ഐഡിയ, എന്റെ ഒരു ഇത്. ഈ യുഗത്തിൽ ബ്രോ അത് മണ്ടത്തരാന്ന്. വെറുതെ അടിയൊക്കെ വരും. എന്റെ മറ്റേ ഫ്രീഡം ഫൈറ്റേഴ്സ് ആവാൻ എനിക്ക് താല്പര്യം. ഫ്രീഡം ഫൈറ്റേഴ്സ് നമ്മള് മറ്റേ പണ്ടത്തെ ആൾക്കാരെ പോലെ അടിച്ച് കിച്ചണിൽ തന്നെ നിർത്തുന്ന ടീമൊന്നല്ലല്ലോ. മനസ്സിലായോ? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കരിയർ ഉണ്ടാവും, അവർക്ക് ഫൈനാൻഷ്യലി ഇതാവണം, എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള ഡ്രീംസ് എല്ലാം ഇല്ലേ. പിന്നെ വെറുതെ ഇല്ലാത്തൊരു ഇത് അടിയാക്കുന്നതിനെ കൊണ്ട് ഞങ്ങൾക്ക് താല്പര്യം. നമുക്കില്ലാത്ത ഒരു ഫ്രീഡം അവർക്ക് കിട്ടാണ്ടില്ല. അതന്നെ, എല്ലാം ഫ്രീ. എല്ലാരും അങ്ങനെ ഒരു പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ശരിക്കും പറഞ്ഞാല്, അല്ലേ? നിന്റെ ബിസിനസിന് എതിരാണല്ലോ. എനിക്ക് നീ ബിസിനസിന് ഇഷ്ടമല്ല, ഒരു സ്റ്റേബിൾ ജോബ് ആണ് വേണ്ടത്. ബൈ ബൈ പറയുന്നു. ഈ ബിസിനസ് ഞാൻ ചെയ്യുന്നത് നമുക്ക് വേണ്ടിട്ടാ. അതിനെതിരാണ് ഞാൻ പറയും ഓക്കെ ബി ഫ്രീ, ബി ഫ്രീ, ഓപ്പൺ ദ ഡോർ. ഇതൊക്കെ നമ്മൾ തമാശ പറയുന്നതേ. സംഭവം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെങ്ങായി സൈഡായി കഴിക്കുന്നവരെ പ്രസന്റ് എന്തായിരുന്നു? അത് ശരി അല്ലേ? ഭയങ്കര എനർജി. ഇത് പ്രസിഡന്റ് സീസൺ 2.0 നെഗറ്റീവ് 2.0 പ്രസന്റ് ഗ്രാഫ് പറഞ്ഞു. ഗ്രാഫ് ഡൗൺ ആണ്. ഓറ പോയി. ഓറ -1000. എന്റെ മോനെ എന്ത് മഴ, കിടലം പോലത്തെ മഴ, നല്ല കിടന്നുറങ്ങാൻ പറ്റിയ മഴ. അവിടെ ഒരു കിടിലൻ കാർ വെച്ചാനെ, ടൊയോട്ട TRD Pro ഓഫ് റോഡ്. മറ്റേ ആ സംഭവമില്ലേ, അല്ലല്ല മറ്റേ ട്രക്കില്ലേ TRD-ന്റെ. എങ്ങനെ ഉണ്ട്? തൊടാൻ പോലും പറ്റില്ല. എത്ര റേറ്റ്? 80,000. തീരുമാനമായി മച്ചാനെ ഈ കാർ വെക്കണ്ട മച്ചാൻ നമുക്ക്. അയ്യോ അയ്യോ, ഇത് വർഷങ്ങളായില്ലേ. ഇത് എപ്പം വാങ്ങിച്ചാ? ഇതേ വെക്കൂല. ഇതെപ്പം വാങ്ങിച്ചത്? ഇത് ഞാനിപ്പം 2018 ഞാന് നീ റോബിയൊക്കെ കൂടിച്ചല്ലേ വാങ്ങിച്ചത്? ഈ വണ്ടിയെ വെക്കൂല. ഇല്ലല്ലേ? ഇത് ഞാൻ വെക്കില്ല. വേറെ വണ്ടികൾ വാങ്ങും, പക്ഷെ ഇത് അന്ന് ഓർമ്മയുണ്ടോ അച്ഛൻ എങ്ങനെയും പോയി കൺവിൻസ് ചെയ്യും. ഞങ്ങൾ അച്ഛന്റെ മുമ്പിൽ സുഹൃത്തുക്കളെ ഇത് കിടിലം വണ്ടിയാട്ടോ, നല്ല കിടിലം റേറ്റ്. ആ ടൈമില് പ്രസാദ് നല്ല കിടിലം വണ്ടി എടുത്ത് ബെൻസ് അല്ലേ ഓർമ്മയില്ല. അന്നേരം ബെൻസ് പിന്നെ റോബിയായിട്ട് നല്ല കിടിലം വണ്ടി, എല്ലാരും ഈ സ്പോർട്സ് വണ്ടി. അന്നേരം ഞാൻ ആലോചിച്ചു മണ്ടത്തര, ശരിക്കും മണ്ടത്തരാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ വണ്ടിയോട് സോ മച്ച് അറ്റാച്ച്മെന്റ്? ഫസ്റ്റ് വണ്ടിയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇത് കൊറേ നമ്മളെ അപ്പ് ആൻഡ് ഡൗണില് നമ്മള് കൂടെ നിന്ന വണ്ടിയായത്. അപ്പൊ ഞാൻ വണ്ടി പ്രാന്തല്ല, അല്ല ഞാൻ വണ്ടി പ്രാന്തല്ല. എനിക്ക് കുറച്ച് ഡ്രീം കാറുണ്ട്, പക്ഷെ അല്ലാണ്ട് ഇങ്ങനെ മറ്റേ ഭയങ്കര ടെക് അങ്ങനെ മറ്റേ ഇതൊന്നും നോക്കുന്ന ആളല്ലേ. ലുക്സ് ഓവർ പവർ ആവും. പെർഫോമൻസ് വേണം, പക്ഷെ എന്നാലും ലുക്ക് അല്ലേ, ലുക്കാണ്. ഇതിനിപ്പോ മൈലേജ് കുറഞ്ഞില്ലേ? അല്ല ഇപ്പൊ കൂടിയതാ. ഞാൻ ഓയിൽ ചേഞ്ച് ഇവനെ ഓടിക്കുമ്പോ കുറയുന്നു. ചവിട്ടി കിടക്കുമല്ലേ? റീല് കാണല്ലേ അച്ഛന്റെ പേരെല്ലാം ചവിട്ടുന്നത്? ഇല്ല, അച്ഛനും ഉണ്ടായിരുന്നു. ഞാൻ കാണാറില്ല, വീഡിയോ ഒന്നും കാണാറില്ല. എനിക്ക് ഇതുവരെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിണ്ടാ? ബൈക്കിലെ കാറില്ല? കാറില് ബൈക്കിൽ ഇതുവരെ കിട്ടിയില്ല.
നിനക്ക് കിട്ടിയ ടിക്കറ്റ് ഓ കഴിഞ്ഞ ആഴ്ച അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അത് സംഭവിച്ചാൽ ടിക്കറ്റ് കിട്ടുമ്പോൾ നമ്മൾ അച്ഛനമ്മയോടൊന്നും മിണ്ടാണ്ടി നിൽക്കും. നമ്മള് പേർക്ക് ആരും അറിയില്ലെന്ന്. വീട്ടിലേക്ക് ഒരു കത്തയക്കും ഞാൻ എനക്കൊരു ടിക്കറ്റ് ഇട്ട് ഞാൻ ആരും അറിയിക്കാണ്ട് മറ്റേ ലേണേഴ്സിന്റെ അതിലുണ്ട് ഡിഫൻസീവ് ഡ്രൈവിംഗ് അതൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നായിരുന്നു. ആരും പറഞ്ഞില്ല. ഭാഗ്യം വീട്ടിലേക്ക് ഒരു വലിയൊരു റെസീറ്റ് അയച്ചു. ബ്രോ വലിയൊരു ബുക്കിലേക്ക് ഇത് അടച്ചല്ലേ വീട് വരെ ചെത്തിയാവുന്നല്ല പറഞ്ഞില്ല. അങ്ങനെയാണ് മറ്റാറ്. അച്ഛനമ്മയായിരുന്നില്ല കിട്ടിയത്? അറിഞ്ഞു എന്തും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. കുരിച്ചിരുത്തില്ല ഉറക്കെ കൂട്ടി കുരിച്ചിട്ട് നടുവേദനല്ലോ ബ്ലോഗില്. അച്ഛനെ എനിക്ക് കുറെ കുഴമ്പുണ്ട് വേണം. അതാ ഇപ്പൊ ആവശ്യം വരും കേട്ടോ. കുഴമ്പ് വേണമെന്ന് ഇപ്പൊ നിന്റെ അച്ഛനായിരിക്കും. ഇതിന്റെ ഭാര്യയായിരിക്കും. സ്വർണം വാങ്ങിച്ചല്ലടാ. അല്ല അതുകൊണ്ട് ഞാൻ ബോക്സിംഗ് പഠിക്കുന്നു. പിടിച്ചെടുത്തിരിക്കാനാ ഭാര്യ. അതെ അറ്റ്ലീസ്റ്റ് വരുന്നതായിട്ട് തടുക്കാൻ. നാട്ടിലായിരിക്കും. ഇവിടെ ചെയ്യരുത്. ഞാനൊരു അഡ്വൈസ് ചെയ്യുന്നു. ഇവിടെ ചെയ്യരുത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാല് ആ ഒരു ഇതില്ല. അമ്മേ ഇവിടെ പിന്നെ നമ്മളെ ഫ്രണ്ട്സ് വളരെ കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ചില്ല പരിപാടി. എനിക്ക് നാട്ടിലും അതെ. പക്ഷെ നാട്ടിലെനിക്ക് അത് ചെയ്യാൻ ആഗ്രഹം കേട്ടാ. വളരെ കുറച്ച് ആൾക്കാർ മാത്രം വിളിച്ചില്ല. ചെറിയ പരിപാടി. എന്തിനാണ് കൊറേ ആൾക്കാരെ വിളിച്ചല്ലേ ആ കല്യാണം നമ്മളത് അല്ലാണ്ടായി പോകും. സത്യാണ്. ഇപ്പൊ എന്റെ ഞാൻ വിളിച്ചില്ലേ, ഞാൻ ആകെ വിളിച്ച 100 ആൾക്കാരറിയാം. അതിന്റെ കുറവായിരിക്കും. എന്നിട്ടും ഒരു അവരെ പ്ലീസ് ചെയ്യാനുള്ള ഒരു സംഭവമായിരുന്നു. സത്യം. അത് മാത്രല്ല മച്ചാനെ, ഇപ്പൊ കുറെ ആൾക്കാർ വന്നു വെച്ചോ, ഇവര് വന്നിട്ട് കല്യാണം ഒന്നും കാണുകയും ചെയ്യില്ല. ഫുഡ് കഴിക്കും. 100 അഭിപ്രായം പറയും. ഇത് വരാ അത് വരാ ഇത് വരാ. പെണ്ണ് ചെക്കൻ പോരാ, ചെക്കന് പെണ്ണ് പോരാ. ചെക്കനെന്ത് കറുത്തിട്ടാ അവന്റെ മുടി കണ്ടില്ലേ? മുടിയും ഇല്ല ചെക്കന്. ഇങ്ങനെ പറയും. നമ്മുടെ സ്റ്റേജിൽ കിടന്ന് ഇങ്ങനെ തുമ്മും. എന്നെ പറ്റി ആരോ നല്ലത് പറയുന്നുണ്ട്. എന്നിട്ട് ഇവര് വന്നിട്ട് വരുന്നവര് പോകുന്നവരല്ല അഭിപ്രായം പറഞ്ഞ കഴിച്ചിട്ട് പോകും. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ആൾക്കാരാ. പക്ഷെ അങ്ങനെ നടക്കുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഫാമിലി ആയിട്ടുള്ള ഒരാളെ വിളിച്ചല്ലേ മറ്റേ വിളിച്ചില്ലേ പ്രശ്നമാവും. അങ്ങനെയാവും. പിന്നെ അത് മാത്രല്ല, വാട്സപ്പിലൊന്നും വിളിച്ചാ പോരാ, നേരിട്ട് പോയി വിളിക്കണം. അങ്ങനത്തെ കുറെ ചടങ്ങുണ്ട്. ഇത് പണ്ട് മുതലേ ഇല്ല ആൾക്കാര് ഈ ഉണ്ടാക്കി വെച്ച ഒരു സിസ്റ്റത്തിൽ. ഇന്ത്യന്റെ ഒരു സിസ്റ്റം. അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാരെ വിളിക്കാം. ഭയങ്കര രസമായിട്ട് ഡാൻസ് പരിപാടി അത് ഇതൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് അല്ലേ. ഞാൻ അപ്പുറത്തെ വീട്ടിലൊരാളെ വിളിച്ച് എന്റെ നെയ്ബറിനെ മാത്രം വിളിച്ച് വേറെ ആരും വിളിച്ചില്ല. ഏറ്റവും നല്ലതാ. പിന്നെ കുറെ ആൾക്കാർ ചിലപ്പോ മിണ്ടണ്ടല്ലായിരിക്കും. മിണ്ടണ്ട എനിക്ക് ഒരു നിർബന്ധമില്ല. ഒരു വാർണിംഗ് കൊടുക്കണം, ഫെയർ വാർണിംഗ്. പിന്നെ ഇന്റിമേറ്റ് വെഡിങ് ആണ്, അധികാരം വിളിക്കുന്നില്ല. എന്നിട്ട് എന്താ ചെയ്യണ്ടേ വെച്ചാൽ ഈ സംഭവല്ലേ, അത് നല്ല കിടിലം പോലത്തെ ഒരു സിനിമ പോലത്തെ ഒരു വീഡിയോ ആക്കിയില്ലേ എല്ലാവരും കഴിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. അവര് കല്യാണം കണ്ടു. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം, ജോലി സ്ഥലത്ത് വേണം കാണാം. നിങ്ങൾ കല്യാണം കൂടി ഫുൾ ഡിജിറ്റൽ യുഗം. ലാഭാക്കുന്നെങ്കിൽ അറിയാം സാറേ, എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാം. കാരണം ഇപ്പം എനിക്ക് കുഴപ്പമില്ലാൻ തരാനോ. ഞാൻ ഫ്രണ്ട് ഗ്രൂപ്പിൽ ഞാൻ പോയി കല്യാണം കഴിച്ചില്ലേ. ഓക്കെ, എനക്ക് നിന്നെ വിളിക്കണ്ടെന്ന് ഇവനെ വിളിക്കണ്ടെന്ന് ഇല്ല, തിന്നില്ല. ഇനി നീ കല്യാണം കഴിച്ചോ. ഇപ്പൊ ഞാൻ എനക്ക് കല്യാണം ആകില്ലേ, നിന്നെ വിളിക്കണം, നിന്റെ ഭാര്യനെ വിളിക്കണം, റോബിനെ വിളിക്കണം, റോബിന്റെ ഭാര്യ വിളിക്കണം. അപ്പൊ ആൾക്കാരെ ഇത് കണ്ണും കൂടും, പൈസ കൂടും, എല്ലാം കൂടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുക. ഫൈനാൻഷ്യൽ അഡ്വൈസ് വേണമെങ്കിൽ ഇങ്ങോട്ട് വരിക. പുതിയ ഡിജിറ്റൽ കല്യാണമൊക്കെയാലോ, വെർച്വൽ കല്യാണം. ബ്രോ അല്ല, കല്യാണം ശരിക്ക് ഡെഡ് സാധനട്ടാ. എന്ന് വെച്ചാൽ ആൾക്കാരെ വലിയ വിളിച്ചിട്ടുള്ള പരിപാടി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആക്കുക എന്നല്ലാതെ. അതാണ് എന്റെ അഭിപ്രായം. ഇതൊക്കെ എന്റെ അഭിപ്രായങ്ങളാണ്. പിന്നെ ഇതാണ് പ്രസിഡന്റ് അഡ്രസ്. ശരി, ഐഡന്റിറ്റി ലീക്ക് മഴയത്തിരുന്ന് ചായയൊക്കെ കുടിക്കാൻ ആഗ്രഹിക്കുന്ന സോഫ പുറത്തിട്ട് വന്നിട്ടുണ്ട്. സ്പോട്ട്. അതെ ബ്രോ, ഇതുപോലത്തെ സാധനം ഇത് ഇങ്ങനെ വെച്ചാൽ ആൾക്കാർ എടുത്തുണ്ടോ. ഞാൻ ഇവിടെ ഒരു കസേര വെച്ചിട്ടുണ്ട്, 2 ആഴ്ച ആരും എടുത്തിട്ട്. ആർക്കും വേണ്ട വല്ലത്. ഇതിങ്ങനെ പിന്നെ വീടിന്റെ സൈഡിലാണ് പോയി പറക്കിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഫ്ലിപ്പ് ചെയ്തല്ലേ, ഫ്ലിപ്പേഴ്സ്. നമ്മളെ വീട്ടിലൊരു സോഫയുണ്ട്, കളയാൻ റെഡി. ശ്രീരാഗ് ഒരു ഡെസ്ക് വെച്ചിട്ട് 2 മാസം എത്ര നാളെടുത്ത്. പക്ഷെ വിറ്റുപോയില്ലേ. ഇൻഫ്ലേഷൻ കാരണം അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി തൂക്കി വെക്കാൻ അങ്ങോട്ട്. ബ്രോ, ഇവിടെ എത്ര കാണാൻ എല്ലാം പോയല്ലോ വെച്ചാലേ. ഈ പച്ചച്ചാറ് മാത്രമുണ്ട്. ട്രക്ക് വേറൊരു മലയാളി ഏരിയ. അതിവിടെ ആയിരുന്നു, പക്ഷെ സ്ഥലമില്ല.
ഇവിടെ 3 കാർ പാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും ഞെരിഞ്ഞ് അതിന്റെ ഉള്ളിലൊരു മിനി കൂപ്പർ ഇല്ലേ? അതിനുള്ള മിനി കൂപ്പർ അത് പുറത്തിറക്കാല്ല. അത് നേരിയുണ്ട്. പിന്നെ ഒരു ബീമർ, പിന്നെ പ്രസിഡന്റിനെക്കാട്ടിയും വയസ്സിലൊരു BMW ബൈക്ക്. എന്റെ അച്ഛന്റെ പ്രായം അകന്ന് ബന്ധു ക്രിസ്റ്റഫർ മച്ചാനെ ഓൾറെഡി ക്യാരക്ടർ ഉണ്ട് കേട്ടാ. നീ അങ്ങനെ കളിയാക്കുന്നു കേട്ടാ. നല്ല ബൈക്കാ. എപ്പോഴും സ്റ്റാർട്ടിങ് ട്രബിളും പിന്നെ ഓയിൽ ലീക്കെല്ലാം ഉള്ളുണ്ട്. പാസഞ്ചേഴ്സിന് എടുത്തില്ല വേണ്ടേ? അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ വെച്ചിട്ടാ ഞാൻ ആയിക്കോട്ടെ എല്ലാം ഇതിന് വണ്ടേ ഏതായാലും മതി. മാർക്കർ. ഓക്കെ മച്ചാനെ ഞാൻ തിരക്കിട്ടോ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഓടട്ടെ. ഓക്കെ ഞാൻ ഒന്ന് പോയി വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ട് വരാം. ഓടട്ടെ. മഴ പോയല്ലോ. ശരി വെച്ചാ. അപ്പൊ ഗൈസ് ഇനി നമ്മൾ ജിമ്മിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ജിമ്മിൽ എത്തുമ്പോൾ വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും. സലാം. നമ്മളിപ്പോൾ ജിമ്മിലാണ്. ജിമ്മിലെത്തിയ സുഹൃത്തുക്കളെ ഉച്ചയാണ്ട് എനിക്ക് ഉറക്കം വരുന്നോട്ടാ. ജസ്റ്റ് ഇവിടെ നമ്മൾ ആപ്സ് മാത്രമായിട്ട് ചെയ്യില്ലല്ലോ. ഇവരെ പറഞ്ഞ അതൊക്കെ ഏത് വർക്കൗട്ട് പ്ലാനാണ്? എന്നാ ഞാൻ വേറെ ചെയ്യാം. എന്ത് ഇടയ്ക്കൊന്ന് ചെസ്റ്റും ഇതൊക്കെ ഒന്ന് പുഷ് ചെയ്യണം. നിങ്ങൾ ആപ്സ് ചെയ്തോ. നടക്കുന്നതിന് വേറെ നിങ്ങൾ നടക്കുമ്പോൾ ഞാൻ ചെസ്റ്റ് ചെയ്യാം. കോപ്പറേറ്റ് കിട്ടുന്നോണ്ട് ഇടക്കിടക്ക് കട്ട് 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 വരും. ആപ്സ് ആയിരുന്നല്ലേ ഇന്ന്? ആപ്സ് നീ പിന്നെ വെയിറ്റ് കുറച്ച് കുറച്ച് നീ കുറച്ച് ഞാൻ ഓൾറെഡി വാങ്ങിച്ച് ഞാൻ ഒറ്റ നേരെ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾക്ക് ഒന്ന് ഒരു 2 ആഴ്ച വരണോടാ. ഇപ്പൊ തന്നെ ഹെവി വെയിറ്റ് എടുത്തല്ലേ കിടക്കും ഞാൻ. ശ്രീയൊരു മാനുവൽ പഠിക്കുന്ന എടാ പഠിക്കാതെ അജയ് യു ട്രസ്റ്റ് ഹിം ലൈക്ക് ദാറ്റ് ബ്രോ? ബ്രോ you know that നീ ഇതിപ്പോ ഓടിക്കാൻ പഠിച്ചേ? ഇന്ന് വന്ന് ഓടിച്ചായിരുന്നല്ലോ. അവര് ഞാൻ പഠിപ്പിച്ചല്ലേ, നമ്മളെ പഠിപ്പിക്കാനുണ്ടല്ലോ. We are brothers bro. ഇത് ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്. ടയർഡായി സൈഡായി. ഇതിനെപ്പോ പോണ്ട് ടെൻഷനായി. ഗേറ്റ് വെച്ചോ. ദേ അവിടെ ഗ്യാപ്പ് ഇട്ട് നിൽക്കണം. ടെൻഷനായി മാനുവൽ ഓടിക്കുമ്പോ ടെൻഷനായി. അവിടെ ഗ്യാപ്പ് റൈറ്റിലേക്ക് എടുത്തോടാ അല്ലെങ്കിൽ ഇവിടെ കയറ്റി പയ്യെ പയ്യെ ചവിട്ടിയാൽ മതി. താങ്ക് യു. നാട്ടിൽ ഓടിക്കണം നൈസായിട്ട്. പൊളിയല്ലേ, ചുമ്മാ പൊളിയല്ലേ. ഈ ക്ലച്ചിന്റെ ഇത് പഠിച്ചാ മതി അല്ലേ? എനിക്ക് അബദ്ധം പറ്റി പോയി നാട്ടിൽ പോയിട്ട്. എന്താണ് സ്റ്റാളായിപ്പോയി. അത് വിഷയമായിപ്പോയി. ഞാൻ ഭയങ്കര നെർവസ് ആയി. ഞാൻ കുളിച്ചെന്ന് എന്റെ ബനിയ ഫുള്ള് നനഞ്ഞ് പണ്ട തുടങ്ങിപ്പോയെന്ന്. എടാ അവര് കയറുന്ന റേസിംഗാ. മൊത്തം 6 ഗിയർ ഉണ്ട്. 6 ഒക്കെ ഉണ്ട്, പക്ഷെ നീ അത് ചെയ്യണ്ട. ഗിയർ മാറ്റി ഒച്ച പറയണ്ട. സെറ്റാണ്. ശ്രീയര് പഠിച്ചു. ശരിക്കും നാളെ വണ്ടി ബുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വീട്ടിലെത്തി. പുറത്ത് വൈകുന്നേരം പോകുന്നുണ്ടെങ്കിൽ വേറെ വീഡിയോ ആക്കാം. അതെ ഇത് കൊറേ ഭയങ്കര ലെങ്ത് ആവില്ലെങ്കിൽ വേറെ വീഡിയോ ആക്കാം. എടാ വൈകുന്നേരത്തെ കാര്യം പറയട്ടാ. എങ്ങനെയാന്ന് വെച്ചാല് ഓക്കെ ഇതെന്താ ഊബറാ? മലയാളി ബൈ ഗൈസ്. വീട്ടിൽ തിരിച്ചെത്തി. എനിക്കൊന്നും വേറെ പറയാനൊന്നുമില്ല. നമ്മളിനി വർക്ക് മോഡിൽ കറക്റ്റ് കുറച്ചു നേരം നാളെ കാണാം. പീസ്.